ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ചോദ്യം ചെയ്യലിനായി ഹാജരായി. യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചോദ്യം ചെയ്യൽ. വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. 2 വർഷത്തിനിടെ 5 തവണ പീഡിപ്പിച്ചു എന്നാണ് വേടനെതിരായ പരാതി. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് വേടൻ പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അർച്ചന കൂടി ചേരുന്നുണ്ട്. അർച്ചന, എന്തൊക്കെയാണ് വേടൻ പറഞ്ഞത്? എന്തൊക്കെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ? അജിംഷാദ് 10 മണിയോട് കൂടിയാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ വേടൻ ഹാജരായത്. പ്രധാനമായും വേടനോട് നമ്മൾ ആ ഘട്ടത്തിൽ പ്രതികരണം ആരാഞ്ഞിരുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും, അതെൻ്റെ കടമയാണെന്നാണ് അദ്ദേഹം ആ ഘട്ടത്തിൽ പ്രതികരിച്ചത്. എന്തായാലും 10 മണിക്ക് തുടങ്ങിയ ഈ ചോദ്യം ചെയ്യൽ വൈകിട്ട് വരെ നീളും. 5 മണി വരെയാണ് ഇത്തരത്തിൽ സമയം നിശ്ചയിച്ചത്. ഹൈക്കോടതിയാണ് ഇന്ന് ചോദ്യം ചെയ്യൽ, അതായത് പോലീസിൻ്റെ മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേടന് ജാമ്യം അനുവദിച്ചിരുന്നു. അറസ്റ്റ് തടഞ്ഞാണ് അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുന്ന ദിവസം വരെ ഇത്തരത്തിൽ അറസ്റ്റ് തടഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ പോലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള ഒരു സാധ്യതയാണ് എന്തായാലും ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട യുവ ഡോക്ടറാണ് പരാതി നൽകിയത്. തന്നെ 2 വർഷത്തിനിടെ 5 തവണ പീഡിപ്പിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല സാമ്പത്തികമായി തന്നോട് പണം വാങ്ങി, ലഹരി നൽകി ഇത്തരത്തിൽ പീഡിപ്പിച്ചു തുടങ്ങിയവയാണ് പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി കേസ് പരിഗണിച്ച ഘട്ടത്തിൽ വിശദമായ വാദം കേട്ടിരുന്നു. ഇരു വിഭാഗങ്ങളുടെയും വാദം കേട്ടിരുന്നു. രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര പോലീസിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. നേരത്തെ തന്നെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം വിശദമായ രേഖകൾ നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് അതിന്റെ അടക്കം റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് വേടൻ പറഞ്ഞ വാക്കുകൾ കേട്ടതിന് ശേഷം ഞാൻ തിരികെ എത്താം. വേടന്റെ വാക്കുകൾ. വേടൻ എന്താണ് കേസിനെ കുറിച്ച്? ചോദ്യം ചെയ്യുന്നത് സഹകരിക്കും. തീർച്ചയായും അർച്ചന, ഈ നേരത്തെ തന്നെ വേടന്റെ വാദം എന്നത് ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധമായിരുന്നു, അത് റേപ്പല്ല എന്ന വാദമായിരുന്നു. അതിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് ഇപ്പോഴും വേടൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലിന് ഹാജരായ ശേഷം, ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം വേടൻ വീണ്ടും മാധ്യമങ്ങളെ കാണുമെന്ന സൂചനയും നൽകുന്നു, അല്ലേ? തീർച്ചയായും അജിംഷാദ്, അത് തന്നെയാണ് മാധ്യമങ്ങൾ പ്രതികരണത്തിന് ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതായത് താൻ ഇവിടെ തന്നെയുണ്ട്, ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കണ്ട് വിശദമായ കാര്യങ്ങൾ പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഇന്നലെ ഒരു പൊതുപരിപാടിക്കിടെയും വേടൻ അക്കാര്യങ്ങൾ തന്നെയാണ്, അതായത് താൻ എവിടെയും പോയിട്ടില്ല, ജനങ്ങൾക്കിടയിലുണ്ട്, മരിക്കുന്നത് വരെ ഒരു കലാകാരൻ എന്ന നിലയിൽ ജനങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഇന്നലെ കോന്നിയിൽ നടന്ന പൊതുപരിപാടിക്കിടെ പറഞ്ഞത്. താൻ എവിടെയും ഒളിവിൽ പോയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടന്ന പരിപാടികളടക്കം റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതായത് വേടൻ്റെ പൊതുപരിപാടികൾ അടക്കം റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വേടൻ ഒളിവിലാണെന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. അതിനിടെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വേടൻ ഹാജരായിരിക്കുന്നത്. മാത്രമല്ല സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും ഒരു പരാതിയുണ്ട്. മുഖ്യമന്ത്രിക്ക് 2 യുവതികൾ പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്ന രീതിയിലാണ് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ പരാതിക്കാർ ഇതുവരെ മൊഴി നൽകിയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. എന്നാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിലവിൽ വേടന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ പോലും എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ 5 മണിവരെ ഈ ചോദ്യം ചെയ്യൽ നീളും. അതിനുശേഷം വേടൻ ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് വിശദമായൊരു പ്രതികരണം നടത്തുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അജിംഷാദ്. ശരി.